ഹലോ ഗൈസ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എൻലെസ് ജേണി വൈദ്യുവിന്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ മെയിൻ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാല് ദേവാനന്ദന് ഒരു ഫുട്ബോൾ വാങ്ങിക്കണം. അവനിപ്പോ കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട്. അവന് പിന്നെ ഫുട്ബോൾ ഇവിടെ വന്നതിന് ശേഷം ഗ്രൗണ്ടിലെങ്ങും പോകാനൊന്നും പറ്റുന്നില്ല. കാരണം അവരുടെ സ്കൂളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കളികളും കാര്യങ്ങളും ഒക്കെ. രാവിലെ ഏകദേശം ഒരു 5 മണിക്ക് PT കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 8 മണി വരെ അവന്മാർക്ക് കളിയാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടായാലും ഒരു 4 മണി തൊട്ട് 6 മണി 7 മണി വരെയൊക്കെ ഫുൾ ടൈം കളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആശാന് ബോറടിക്കും. അപ്പം ജസ്റ്റ് ഫുട്ബോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ടും കാര്യങ്ങളും ഒന്നും നമ്മളിപ്പോൾ ഇവിടെ മുകളിലൊരു ഗ്രൗണ്ടിൽ നേരത്തെ കഴിഞ്ഞ വെക്കേഷനിലൊക്കെ അവൻ വന്നായിരുന്നു. പക്ഷെ ആ ഗ്രൗണ്ടും റെയിൽവേ ഏറ്റെടുത്തു. അപ്പം ഇപ്പം ഏകദേശം നമുക്ക് പിന്നെ അവന് കളിക്കാൻ വലിയ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫുട്ബോൾ വാങ്ങിച്ചു കൊടുത്താൽ വീട്ടിൽ തന്നെ ഇട്ട് അവൻ തട്ടിക്കോളാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് വല്ല ടർഫ് ഏതെങ്കിലും നോക്കണം. നേമത്തൊരു ടർഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടർഫ് ഏതെങ്കിലും നോക്കിയിട്ട് അവനെ അവിടെ ചേരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ്, ഇന്നിപ്പോൾ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ അവനെയും കൊണ്ട് ഫുട്ബോൾ വാങ്ങിക്കാൻ കയറണമെന്ന് വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലിട്ട് പോവാം. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇഡലിയും നല്ല ചമ്മന്തി മുളകും ഒക്കെ കാപ്പി കുടിക്കാൻ. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് നമുക്ക് നേരെ പിന്നെ ആശുപത്രിയിലോട്ട് പോവാം. ഫസ്റ്റ് ഇപ്പോൾ ബെല്ലക്കുട്ടനെ നമ്മൾ ഷെഡിൽ അടച്ചിട്ടേക്ക്. കണ്ട ബെല്ലക്കുട്ടന്റെ കലാപരിപാടി ഞാൻ കാണിച്ചു തരാം. കണ്ട അയ്യടാ ആണ്ടേ വന്ന് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുക. ആശാനെ കൊണ്ട് രാവിലെ ഞാനൊരു 2 റൗണ്ടൊക്കെ നടന്നിട്ട് വന്നപ്പോൾ നല്ല ക്ഷീണിച്ചു. വന്ന് ഡോർ തുറന്ന് അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എനിക്കൊന്നൊരു 2 ഗ്ലാസ് വെള്ളം ആശാൻ മടയെന്ന്, ഗ്ലാസ്സിനകത്തല്ല അവന്റെ പാത്രത്തിലാണ് വെച്ച് കൊടുത്തത്. മടയേന്ന് അങ്ങ് അടിച്ചു. അപ്പൊ നമുക്കിന്ന് ഇഡ്ഡലിക്കകത്ത് കരിയേപ്പിലൊക്കെ ഇട്ടു. ഇഡ്ഡലിക്കകത്ത് കരിയേപ്പില പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല ഗ്രാൻഡായിട്ട് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഡ്ഡലി ചമ്മന്തി പിന്നെ മുളക് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ കാപ്പിയും കുടിച്ചു പിന്നെ ആശുപത്രിയിലോട്ട് പോകാം. നമ്മളങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അതാണ്ടേ അവരെ എല്ലാരും കൂടെ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയതാ. അപ്പൊ ഞാനും എന്തായാലും അവരുടെ കൂടെ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. അപ്പൊ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നീട് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. അമ്മയ്ക്ക് 2-3 തുണി എടുക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് കയറണം. അപ്പോൾ ആദ്യം ഒരു കടയിൽ കയറാം. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റു കടകളിൽ കൂടെ കയറാം. അപ്പോൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുണി എടുക്കാൻ കയറുന്ന പരിപാടികളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് വരട്ടെ. അമ്മ അങ്ങനെ ചെക്കപ്പിന് വേണ്ടിയിട്ട് അകത്തോട്ട് കയറ്റിയിരിക്കുക. അപ്പം ഞങ്ങൾ 3 പേരും ഇങ്ങനെ വെളിയിൽ കുറ്റിയടിച്ചിരിക്കുക. ഇന്ന് അച്ഛന് ചെക്കപ്പില്ല കേട്ടോ, അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് ഹോസ്പിറ്റൽ. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 3 മാസമായിട്ട് സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് പക്ഷേ വന്നപ്പോഴേ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, ഒട്ടും തിരക്കില്ല. അങ്ങനെ ഞങ്ങൾ അവരെ 2 പേരെ അവിടെ ഇരുത്തിയിട്ട് നൈസായിട്ട് നമ്മുടെ അന്ന് കാണിച്ച ചായക്കടയുണ്ടല്ലോ, ചായക്കടയല്ല ക്യാൻറ്റീന്, അവിടോട്ട് വന്ന് ഓരോ ചായയും കുടിച്ച് അവന് ഒരു ബോണ്ടായും തിന്നു. ഞാനൊരു പരിപ്പോടെ അടിച്ചു. ഇന്നേ ഞാൻ കേസരി തപ്പി വന്നതാ കേട്ടോ. സാധനം ഇല്ല ഇവിടെ. അത് ഒരു വല്ലാത്ത കഷ്ടമായിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് അവരുടെ അടുത്തോട്ട് തന്നെ പോവാം. ഇപ്പം അമ്മ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ പിന്നെ കുറച്ച് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് നോക്കാനുണ്ടെന്ന് പറഞ്ഞു. അതായത് അമ്മയ്ക്ക് കോർണിയയുടെ ആ ഭാഗത്തായിട്ട് എന്തോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഗൈസ്, ഞങ്ങളിപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പം നേരെ പിന്നെ അമ്മയ്ക്ക് കുറച്ച് തുണി എടുക്കാൻ വേണ്ടിയിട്ട് കടയിലൊന്ന് കയറണം. അമ്മയ്ക്ക് ഇപ്പോഴും നീര് അത്ര കുറവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറവുണ്ട്, എന്നാലും പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് കറക്റ്റ് എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നെ ഒരു 10 ദിവസത്തേക്ക് അല്ലേ 10 ദിവസത്തേക്ക് ഗുളികയും കൂടെ തന്നിട്ടുണ്ട്. അതപ്പോ താഴത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്, നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നല്ല, താഴത്തെ ഫാർമസിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു മരുന്ന് കിട്ടി. ഒരു മരുന്ന് അവിടെ ഇല്ല, അത് വെളിയിലേ ഉള്ളൂ. ഇനിയിപ്പം വെളിയിൽ ചെന്ന് അതും വാങ്ങിച്ചുകൊണ്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പൊ ഇനിയിപ്പോൾ ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നും വാങ്ങിച്ചിട്ട് നേരെ ഇവരെ കൊണ്ടുവന്ന് കല്യാൺ സിൽക്സിൽ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ ബോൾ വാങ്ങിക്കാൻ വേണ്ടി പോകും. കാരണം അത്രയും ടൈം വേസ്റ്റ് ആക്കണ്ടായല്ലോ. ബോളും വാങ്ങിച്ചുകൊണ്ട് നേരെ തിരിച്ചു വരുമ്പോഴത്തേന് ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കല്യാൺ സിൽക്സിൽ നിൽക്കും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് നേരെ ഇനി മെഡിക്കൽ സ്റ്റോറിൽ പോകാം.
ഗൈസ്, നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡിന്റെ സൈഡിൽ കണ്ടില്ലേ, ഇത് ശരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ താഴ്വശത്തുള്ള സ്ഥലമാണ്. ഈ സത്യത്തിൽ ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതായത് ജനറൽ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ യൂണിവേഴ്സിറ്റി വരെ എത്തണ്ട, അതിന് മുമ്പായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ഇഷ്ടം പോലെ ക്രിസ്തുമസിന് അലങ്കരിക്കാനുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പുൽക്കൂടും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, എത്ര വെറൈറ്റി ടൈപ്പ് ആണെന്നറിയാമോ? എനിക്കൊന്ന് ഈ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ പുൽക്കൂടൊക്കെ അലങ്കരിക്കത്തില്ലേ, അതിനു വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ്. സ്റ്റാർ, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ലൈറ്റുകൾ കണ്ടോ, അടിപൊളി. ഈ പുൽക്കൂട് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞ ഒരു വെറൈറ്റി കേട്ടോ. ഞാനിങ്ങനെ ചില വീടുകളിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഈ സാധനം ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇവിടെ ഈ ഫൈൻ ആർട്സ് കോളേജിന്റെ ഭാഗത്തും ഇഷ്ടം പോലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട് കേട്ടോ. ക്രിസ്മസിന്റെ ഐറ്റംസ് തന്നെയാണ്. അതുകൂടാതെ ഈ ബാഗുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളെ. അങ്ങനെ നമ്മൾ ഏകദേശം കല്യാൺ സിൽക്സിലെത്തി. ഇനി ഇവിടെ ഇറക്കി വിട്ടേച്ച് ഞങ്ങൾ നേരെ പോയി ഫുട്ബോളും വാങ്ങിച്ചുകൊണ്ട് വരാം. അങ്ങനെ കല്യാൺ സിൽക്സിൽ അമ്മ അച്ഛനെ ഇറക്കാനായിട്ട് എത്തി. ഇനിയിപ്പം അവരിറങ്ങിപ്പോയി തുണിയൊക്കെ എടുക്കട്ടെ, അപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ പോയി ഫുട്ബോളും വാങ്ങിച്ചുകൊണ്ട് വരാം. ഓക്കെ, ഇറങ്ങി. അപ്പം നമുക്കിനിയും പോയി ഫുട്ബോളും വാങ്ങിച്ചോണ്ടരാം. നമ്മൾ അന്ന് ഇവന്റെ ജേഴ്സി വാങ്ങിക്കാനായിട്ട് വന്നില്ലേ, അതേ സെയിം കടയിലാണ് നമ്മൾ വന്നത്. നാസ് എന്ന് പറയും. ഇവിടെ തന്നെ ഫുട്ബോൾ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു സാമാന്യം ഭേദപ്പെട്ട നിലയിൽ വില കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലമായത്. സ്പോർട്സിന്റെ ഏത് ഐറ്റം ഉണ്ടെങ്കിലും ഇവിടെ തന്നെ വരുന്നതാണ് നല്ലത്. ഇവിടെ ഇത് മാത്രമല്ല കട, ഇത് അങ്ങോട്ട് ഇറങ്ങുന്ന, അതായത് ആ ശാന്ത പെയിൻസിന്റെ അവിടെ നിന്ന്, പുളിമൂട്ടിലെ ശാന്ത പെയിൻസിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഇഷ്ടം പോലെ കടകളുണ്ട്. എന്തായാലും അവൻ പോയി ചോദിച്ചിട്ട് വരട്ടെ, കാരണം ഇതൊരു 2-3 നിലയാ. എന്റെ കണക്കൂട്ടൽ ശരിയായി. ഞാൻ അവനോട് പറഞ്ഞത് ഏടാ 2ാമത്തെ നിലയിലാണ്. അപ്പൊ അവനൊരു സംശയം, അതുകൊണ്ട് പോയി ചോദിച്ചിട്ട് വന്നാ കേട്ടോ. ഇവിടെ കണ്ടോ, കയറി വരുമ്പോൾ തന്നെ ക്യാരംസ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്പോർട്സ്, അതായത് ഏത് തരം സ്പോർട്സിനും ഉള്ള എല്ലാ ഐറ്റംസും, വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്തുമാത്രം സാധനങ്ങൾ കണ്ടോ, അടിപൊളി. ഫുട്ബോൾ കളിക്കുമ്പോൾ ഇടാനുള്ള ബൂട്ടുകൾ, അത് തന്നെ പല വെറൈറ്റിയിലുള്ള ബൂട്ടുകളാണ്. എൻ്റെ അമ്മേ, ഒന്നും പറയണ്ട. കണ്ടില്ലേ? അതുകൂടാതെ ജേഴ്സികൾ, അതേപോലെ സോക്സ് കണ്ടില്ലേ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ വെക്കുന്ന ആ മുട്ട വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പാഡ്, ടെന്നീസ് ബോള്, ഷട്ടിൽ കോക്ക് എന്ന് വേണ്ട സകല ഐറ്റം ഉണ്ട്. അതുകൊണ്ട് ഇവൻ ഒരു ഫുട്ബോൾ എടുത്തു. ഇഷ്ടം പോലെ ഉണ്ട് സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി എന്തോ വിലയാവുമെന്ന, ഒരു 100-150 രൂപയ്ക്ക് കിട്ടുമായിരിക്കും ഇല്ലയോ? ആ എന്തായാലും കൊള്ളാം. ഈ ചെറുക്കനെ ഇത് 4-ാം തീയതി പോവുകയമ്മ. ഇപ്പം ഈ ഫുട്ബോൾ വാങ്ങിച്ചിട്ട് എന്തോ പ്രയോജനം? എന്നാലും കുഴപ്പമില്ല, വാങ്ങിച്ചു കൊടുക്കാം, കളിക്കട്ടെ. അയ്യോ, അതുകൂടാതെ ഇവിടെ കണ്ടില്ലേ സ്പോർട്സിന്റെ സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകാനുള്ള ബാഗുകൾ, അതേപോലെ കണ്ട സ്പോർട്സിന്റെ ഒരുപാട് ഐറ്റംസ്. ഈ സത്യത്തിൽ ഇത് കണ്ടിട്ട് ഇതിലെ പല സാധനങ്ങളും എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല. കണ്ട വെറൈറ്റി ഫുട്ബോളുകൾ ഇട്ട് വെച്ചിരിക്കുന്ന കൂടകത്ത്. കൊള്ളാം, സംഭവം കിടും. എന്തൊക്കെ സാധനങ്ങൾ കാണാനുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട്. സ്പോർട്സിൻ്റെ ആവശ്യത്തിന് എന്തൊക്കെയാണ് വേണമെന്ന് ഇവരോട് ചോദിച്ചാൽ മതി, ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോ സ്പോർട്സിനും, പിന്നെ ഫുട്ബോളിന് ഏത് വേണം, ക്രിക്കറ്റിന് ഏത് വേണം, ഹോക്കിക്ക് ഏത് വേണം, പിന്നെ അതുപോലെ പലതിന്. ഇത് കണ്ടില്ലേ ഇല്ലേ? ഓ, ഇതിൻ്റെ പേരെന്തെന്ന്, ഇങ്ങനെ ചാടുള്ള ഒരു ഷൂവാണ്. ഈ പിള്ളേരൊക്കെ റോഡിൽ കൂടി ഇങ്ങനെ ഉരുട്ടിപ്പോത്തില്ലേ, ആ റോളർ സ്കേറ്റിംഗ്, അതാണ് ഈ സംഭവം കേട്ടോ. ഞങ്ങളുടെ പണിയൊക്കെ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു. പെട്ടെന്ന് ചെന്നു, ഒരു ഫുട്ബോൾ എടുത്തു, പെട്ടെന്ന് ഞങ്ങൾ പോകുന്നു. ഇനിയിപ്പോ അവരെ എപ്പോ ഇറങ്ങി വരുമെന്ന് അറിയത്തില്ല. എന്റെ അമ്മേ, ഈ സ്പോർട്സ് കടയില്ലേ കേറിയപ്പോ ഈ ഫുട്ബോളിന്റെ ഒക്കെ വില കേട്ടപ്പോ കണ്ണു തള്ളിപ്പോയി കേട്ടാ.
നമ്മളിപ്പോ ഒരു എത്ര രൂപയുടെ 820 രൂപയുടെ ഒരു ഫുട്ബോളിന്റെ വില 820 രൂപ. ഞാന് അവിടെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും 820 ഏറ്റവും കുറഞ്ഞ സാധനമാണ്. അതായത് ഏറ്റവും ലോ കോസ്റ്റിലുള്ളതാണ് ഈ 820 എന്ന് പറയുന്നത്. അവിടെ എത്ര 1199, 1650, പിന്നെ 2000 മേളിലുണ്ടല്ലേ. 2000 മേളിലോട്ടൊക്കെ ഫുട്ബോള്. ഒന്ന് ആലോചിക്കുക. നമ്മളെല്ലാം വേൾഡ് കപ്പിന് ഒക്കെ പിന്നെ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ സംഭവങ്ങള്. വേൾഡ് കപ്പിലൊക്കെ കളിക്കുന്ന ഫുട്ബോൾ ആയിരിക്കും ഇല്ലേ. അതിനൊക്കെ ഭയങ്കര റേറ്റാ. പിന്നെ അതുപോലെ തന്നെ ബൂട്ട്, അതിന്റെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ അന്തം വിട്ടും. കാരണം ഈ സത്യം പറഞ്ഞാൽ ഞാൻ അന്തം വിടാനുള്ള കാര്യം, എനിക്ക് ഈ സ്പോർട്സുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല. ഇപ്പോഴാണ് അറിയുന്നത് ഇത്രയൊക്കെ സംഭവത്തിന് വില ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് നേരെ കല്യാണിലോട്ട് പോവാം. എന്തായാലും സ്പോർട്സിൽ എവനെങ്കിലും താല്പര്യം ഉള്ളത് കൊണ്ട് ഇതിന്റെയൊക്കെ വില അറിയാൻ പറ്റി. ഓക്കെ, എന്തായാലും എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ നല്ല വില വന്നേന് ഇല്ലടാ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി കല്യാണിലോട്ട് പോവാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കല്യാൺ സിൽക്സിലെത്തി. പക്ഷെ ഇവിടെ വന്നപ്പോ കണ്ടില്ലേ, അയ്യോ നല്ല തിരക്കെന്ന് പറയാൻ പറയാം. നല്ല തിരക്ക്. ശനിയാഴ്ച ആയോണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, അവധി ദിവസമല്ലേ, അതുകൊണ്ടാ. ഇവിടെ എല്ലാവരും ക്രിസ്തുമസിന്റെ ആഘോഷമായിരിക്കും കേട്ടോ. എല്ലാവരും തൊപ്പിയൊക്കെ, ക്രിസ്തുമസിന്റെ അപ്പൂപ്പന്റെ തൊപ്പി ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ഇവിടെ വന്ന് വേണ്ട ബ്യൂട്ടി സംബന്ധമായിട്ട് വിൽക്കുന്ന ഈ ലിപ്സ്റ്റിക്കും അതൊക്കെ വിൽക്കുന്ന പ്രത്യേക ഒരു സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട്. ഇവിടെ എല്ലാവരും ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വെറൈറ്റി വേഷമൊക്കെ ഇട്ടുണ്ട് നിൽക്കുന്നത്. കൊള്ളാം. ഞങ്ങൾ അങ്ങനെ കല്യാൺ സിക്സിലെത്തി. ഫുട്ബോൾ മാറ്റി നേരെ കല്യാൺ സിക്സിൽ വരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ക്രിസ്തുമസിന്റെ ആഘോഷത്തിന്റെ തകർപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക. അവർ രണ്ടുപേരും 3rd ഫ്ലോറിലാണ്. ഞങ്ങളിപ്പോ ലിഫ്റ്റിലാണ്. ലിഫ്റ്റിൽ കയറി നേരെ 3rd ഫ്ലോറിൽ ചെന്നിട്ട് അവരെ ഇവിടെ നമുക്ക് നോക്കാം. അവരെവിടെയോ ഉണ്ട്. 3rd ഫ്ലോറിൽ ആയിരിക്കാം. എന്തായാലും ഇതുവരെയും ഞങ്ങൾക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 3rd ഫ്ലോറിലെത്തി. ഇവിടെ എല്ലാം നോക്കി നടക്കുക കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പം കുറച്ച് തുണിയൊക്കെ കണ്ടപ്പം ഇതൊക്കെ ഒന്ന് കണ്ടേച്ച് പോകാന്ന് വെച്ചെന്ന് പറഞ്ഞാൽ കണ്ടമാനം വെറൈറ്റി കളക്ഷൻസാണ് കേട്ടോ. ടീഷർട്ടുകളും, മുണ്ട്, ടീഷർട്ടുകള്, അതുപോലെ ഷർട്ടുകള്. അങ്ങനെ ഞങ്ങൾ അവരെ കണ്ടെത്തി. ഇത് സത്യം പറഞ്ഞ കോമഡി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയെന്ന് ഞങ്ങളോട് പറഞ്ഞേ. പക്ഷേ ഇത് മെൻസ് വെയറിന്റെ സ്ഥലമാണ് ഗൈസ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അമ്മയ്ക്ക് ചുരിദാർ എടുക്കുന്ന കൂട്ടത്തിൽ അച്ഛന് 3 പാൻറ് കൂടെ എടുത്തു. പാൻറ് പിന്നെ എവിടെങ്കിലുമൊക്കെ ദൂരെയൊക്കെ പോകണമെങ്കിലും പാൻറ് ഇട്ടുണ്ടേ പോകുന്നുള്ളൂ പറഞ്ഞ കാര്യം എന്താ അറിയോ. സംഭവം അച്ഛൻ ഇപ്പം ഈ മുണ്ട് കൊടുത്തോണ്ട് പോകുന്ന സമയത്ത് പേഴ്സും കാര്യങ്ങളും ഒന്നും വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് പാൻ്റാണെങ്കിൽ പാൻറിലും പോക്കറ്റുകളുണ്ടല്ലോ. അപ്പൊ അച്ഛന് അതുകൊണ്ട് സ്റ്റൈലുകളൊക്കെ ഒന്ന് മാറ്റാൻ നോക്കിയ. ഇനിയിപ്പോ സ്റ്റൈലുകളൊക്കെ മാറ്റി അടിപൊളിയാകാൻ തീരുമാനിച്ചു. അയ്യോ എനിക്ക് വയ്യ. അങ്ങനെ 3 പാൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ഛന് കറക്റ്റ് അളവ് തന്നെ കിട്ടി. മിക്കവാറും ഒക്കെ ഞാൻ ഈ പാൻറ് കയറിയാൽ എനിക്ക് കൃത്യ അളവ് കിട്ടത്തില്ല. ഓൾട്ടർ ചെയ്തേ പറ്റുള്ളൂ. കാരണം അരവണ്ണം എടുക്കുന്നുണ്ടെ കാലങ്ങ് നീളത്തിൽ കിടക്കും. അതൊരു ചെറിയ പ്രശ്നം. പക്ഷെ അച്ഛന് എന്തോ കറക്റ്റ് അളവ് കിട്ടി കേട്ടോ. ദേവാനന്ദം ഉണ്ടോ, വന്ന ഉടനെ ഡ്രസ്സ് മാറുക മാത്രം ചെയ്ത് ചോറ് പോലും കൊണ്ടിട്ടില്ല. ആശാൻ അപ്പോഴത്തേന് വേണ്ട ഫുട്ബോളിന്റെ പരിപാടി തുടങ്ങി. അവൻ കളിക്കട്ടെ. പിന്നൊക്കെ എടുത്ത് വെച്ച് ഫുട്ബോളിൽ കാറ്റ് നിറയ്ക്കാനുള്ള ശ്രമം ആശാൻ നടത്തിക്കൊണ്ടിരിക്കുന്നേ. എന്തുവാ പിന്നൊക്കെ ചേർത്തില്ലയോ? ചേരുന്നാണോ? പിന്നെ അതുകൊണ്ട് ഇതാണ് കല്യാൺ സിൽക്സിൽ നിന്ന് വാങ്ങിച്ച തുണികൾ. അത് ഞാൻ പൊട്ടിച്ച് പിന്നീട് കാണിച്ചു തരാം. അയ്യോ, ഇനിയിപ്പോൾ എന്തായാലും ചോറുണ്ണണം. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. എന്താ അങ്ങനെ നമ്മൾ ആശുപത്രിയിലും ഒക്കെ പോയി ഒരു ലോങ് പർച്ചേസിങ് ജേണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ലോങ് പർച്ചേസിങ് ജേണി ഒന്നും പറയാനില്ല. സത്യത്തിൽ പിന്നെ ഒരു ഫുട്ബോൾ വാങ്ങിച്ചു. പിന്നെ അമ്മയ്ക്ക് 3 ചുരിദാർ എടുത്തു. പിന്നെ അച്ഛന് ഒരു പാൻറ് എടുത്തു. ഒന്നല്ല 3 പാൻറ് എടുത്തു. അച്ഛന് ഇനിയിപ്പോൾ പാൻറ്റാ സൗകര്യം എന്ന് പറഞ്ഞാൽ ലോങ് ഒക്കെ പോകുമ്പോഴേ
പാൻ്റ് ഇട്ടിട്ട് പോകുന്ന സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് 3 പാൻ്റ് എടുത്തു. പക്ഷേ കല്യാണിൽ നല്ല ലാഭമുണ്ട് കേട്ടോ. ഇപ്പോൾ കോംബോ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ കല്യാൺ സിൽക്സിൽ നല്ല ലാഭത്തിന് നമുക്ക് കിട്ടി. നല്ല ലാഭം, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ക്വാളിറ്റിയുള്ള തുണികളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഓരോ സർബത്ത് കുടിച്ചു. സർബത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് സർബത്ത്, പാല് ഒഴിച്ച് പാലിൻ്റെ ഫ്രൂട്ട് സർബത്ത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പൂപ്പൻ നേരെ മെഡിക്കൽ സ്റ്റോറിൽ കയറി. മെഡിക്കൽ സ്റ്റോറിൽ കയറിയപ്പം കൊച്ചുമോനൊരു മുട്ടായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് ആ മുട്ടായിയുടെ ശകലം കഴിച്ചിട്ട് ബാക്കി എനിക്ക് വേണ്ടിയിട്ട് ഒരു ശകലം വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ചോറുണ്ടിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. കാരണം ഇനിയിപ്പം ചോറുണ്ടല്ലോ, ശകലമേ ഉള്ളൂ. ദാണ്ടേ ബെല്ലക്കുട്ടനപ്പോഴത്തേനും ദാണ്ടേ കവറ് കിളിങ്ങിയതും ആശം വന്ന് ചാടി യവനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവസാനം ആശാനെ തുറന്നു വിട്ടു. ഇത്രയും എനിക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ചോറിട്ടിട്ട് ആശാനെ ബെല്ലക്കുട്ടന് ആദ്യം ശകലം കൊടുക്കാം, അല്ലെങ്കിൽ പാവം അവന് ഇങ്ങനെ ആർത്തി പിടിച്ച് നടക്കും. നടാ കഴിച്ചു. ബെല്ലക്കുട്ടന് ചോക്ലേറ്റ് വാങ്ങിച്ചത് ആശാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചോറുണ്ണണം. ബെല്ലക്കുട്ടനെ തുറന്നു വിട്ടു. ഇപ്പോൾ ചോറ് ഉണ്ടേച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എൽഎസ് ജേണി ബൈ ദിവുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.